നമസ്കാരം. 100-ൽ കുരുങ്ങിയ ഒളിമ്പിക്സ് സ്വപ്നങ്ങൾ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഉറപ്പായിരുന്ന ഒരു മെഡൽ അപ്രതീക്ഷിതമായി നഷ്ടമായത് എല്ലാ ഭാരതീയർക്കും വലിയ ഇച്ഛാഭംഗമായി. അത് വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനാണ് സംഭവിച്ചതെന്നത് കൂടുതൽ വേദനയുളവാക്കുന്നു. കാരണം ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി വിനേഷ് ഫോഗട്ട് നടത്തിയ ചില ഉജ്ജ്വല പോരാട്ടങ്ങൾ രാജ്യം മറന്നിട്ടില്ല. അതിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടുമില്ല. വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തി സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലിലും വിജയിച്ച് വിനേഷ് മെഡലിന് അടുത്തെത്തിയിരുന്നു. സെമിയിൽ ക്യൂബയുടെ യൂസ് നൈലിസ് ഗുസ്മാൻ ലോപ്പസിനെയും പ്രീ ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യൻ ഒക്സാന ലിവാച്ചിനെയും പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും 4 തവണ ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യൂയി സുസാക്കിയെയും മലർത്തിയടിച്ച് ഫൈനലിലെത്തിയപ്പോഴാണ് ശരീരഭാരം 100 ഗ്രാം അധികമായതിന്റെ പേരിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയായത്. ഏതൊരാളും തകർന്നു പോകുന്ന നിമിഷമായിരുന്നു അത്. സ്വാഭാവികമായും ഫോഗട്ടും തളർന്നുപോയി. ശരീരഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നിർജ്ജലീകരണം ബാധിച്ച് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടിയും വന്നു. വൈകാതെ അവർ സമചിത്തത വീണ്ടെടുത്തു. മെഡൽ നഷ്ടം ദൗർഭാഗ്യമാണെങ്കിലും അത് മത്സരത്തിന്റെ ഭാഗമാണല്ലോ എന്നായിരുന്നു വിനേഷിന്റെ പ്രതികരണം. ആദ്യ മത്സരത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം 11:30 തൂക്കമെടുത്തപ്പോൾ അനുവദനീയമായതിൽ 100 ഗ്രാം കുറവായിരുന്നു. 49 കിലോഗ്രാമും 900 ഗ്രാമും. കഠിന മത്സരങ്ങൾക്കിടെ മിതമായ രീതിയിലാണ് വെള്ളവും ഫുഡും സപ്ലിമെന്റുകളും കഴിച്ചിരുന്നതെങ്കിലും തൂക്കം കൂടി. കഠിന പരിശീലനത്തിലൂടെയും കടുത്ത ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയുമാണ് ഓരോ കായിക താരവും കടന്നുപോകുന്നത്. വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ ഒരു കായിക താരം എന്തെല്ലാം ദുഷ്കര വഴികളിലൂടെ കടന്നു പോകണമെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നുണ്ടാവില്ല. അവർക്ക് ലഭിക്കുന്ന പതക്കങ്ങളുടെയും പ്രശസ്തിയുടെയും ഒക്കെ പിന്നിൽ ചില വലിയ സമർപ്പണങ്ങളും സമാനതകളില്ലാത്ത അധ്വാനവുമുണ്ട്. കായിക സംഘടനകളുടെ തലപ്പത്തിരുന്ന് ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. ഗുസ്തി ഫെഡറേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ ചരൺ സിംഗിനെതിരെ നടന്ന സമരത്തിൽ മുന്നണിയിലുണ്ടായിരുന്നു വിനേഷ് ഫോഗട്ട്. ഭരണകൂട ശക്തികളുടെ മുന്നിൽ അന്ന് പല കായിക താരങ്ങൾക്കും അടിയറവ് പറയേണ്ടി വന്നിരുന്നു. എന്നാൽ കായിക രംഗത്ത് ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല വിനേഷ് ഫോഗട്ട്. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടി ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി ഈ ഗുസ്തി താരം റിയോ ഒളിമ്പിക്സിൽ കാൽമുട്ടിന് പരിക്കേറ്റ് മടങ്ങേണ്ടി വന്നു. 3 വർഷം മുമ്പ് കൈമുട്ടിനും പരിക്കേറ്റിരുന്നു. 2 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. 53 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു ഫോഗട്ടിന്റെ ആദ്യ മത്സരങ്ങളെങ്കിലും പിന്നീട് 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറുകയായിരുന്നു. അതിനനുസരിച്ചുള്ള പരിശീലനവും ഭാരക്രമീകരണവും നടത്തി വരികയായിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചതോടെ പാരീസ് ഒളിമ്പിക്സിനുള്ള യോഗ്യതയും നേടി. ബ്രിജ് ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം വിനേഷ് ഫോഗട്ടിന്റെ കായിക സാധ്യതകളെ പോലും തളർത്തുമെന്ന് കരുതിയവരുമുണ്ട്. എന്നാൽ ഗുസ്തി പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന വിനേഷിന് പോരാട്ട വീര്യം ഒട്ടും കുറയില്ല. ഗുസ്തിക്കാരുടെ കഥ പറയുന്ന ദംഗൽ എന്ന ചിത്രത്തിൽ ആമീർ ഖാൻ അവതരിപ്പിച്ച മഹാവീർ സിംഗ് ഫോഗട്ട് എന്ന ഗുസ്തിക്കാരന്റെ സഹോദര പുത്രിയാണ് വിനേഷ് ഫോഗട്ട്. മഹാവീർ സിംഗ് ആണ് മക്കളായ ഗീത, ബബിത എന്നിവർക്കൊപ്പം ഫോഗട്ടിനെ ഗുസ്തി പരിശീലിപ്പിച്ചത്. വിനേഷ് ചാമ്പ്യന്മാരുടെ ചാമ്പ്യനും ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരന്റെയും പ്രചോദനവുമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഫോഗട്ടിന്റെ അപ്രതീക്ഷിത പുറത്താകൽ പാർലമെന്റിലും ഇന്നലെ ചർച്ചയായി. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. ഡൽഹിയിലെ തെരുവിലൂടെ വിനേഷിനെ വലിച്ചിഴച്ച സംഭവം രൺദീപ് സിംഗ് സുർജേവാല ഓർമ്മിപ്പിച്ചു. വിനേഷിനെ ആശ്വസിപ്പിച്ച് ട്വീറ്റ് ചെയ്ത പ്രധാനമന്ത്രി അവർക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടതെന്നും സുർജേവാല പറഞ്ഞു. 40 വർഷം മുമ്പുള്ള ഓഗസ്റ്റ് 8 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷയ്ക്ക് 400 മീറ്റർ ഹർഡിൽസിൽ സെക്കൻഡിന്റെ 100% വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇതേ ദിവസം തന്നെ വിനേഷ് ഫോഗട്ടിന് 100 ഗ്രാം മാത്രം തൂക്ക വ്യത്യാസത്തിന്റെ പേരിൽ മറ്റൊരു ഒളിമ്പിക്സ് മെഡൽ കൂടി നഷ്ടമായിരിക്കുന്നു. കായിക രംഗത്ത് അണുവിട വ്യത്യാസം പോലും വിജയസാധ്യത അട്ടിമറിക്കാം. പക്ഷേ വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടം അതിലും വ്യത്യസ്തമായൊരു അധ്യായമായി മാറുന്നു. നമസ്കാരം.